സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. അച്ഛപ്പി ഞാനോട് തല്ലാൻ ഇതിലും നല്ല നമ്മൾ ആത്മഹത്യ ചെയ്തതാ. അച്ഛൻ മാറി നിൽക്ക്, ഇവരുടെ കാര്യം ഞാനേറ്റു. അതുങ്ങളെ തല്ലിയ ചത്തുപോന്ന് പറയടാ. ചത്താക്കാരെ അവര് നോക്കിക്കൊള്ളും, അമ്മയിൽ ഇടപെടണ്ട. പഠിക്കണം പറയാം. നെഞ്ചിടിക്കണു, പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ഹരീഷ്ണം വന്നു, അമ്മ ഹരീഷ്ണം വന്നു. മോനെ, എന്തായിരുന്നു ഇവിടെ ബഹളം? ഞാനാകെ പേടിച്ചുപോയി. കള്ളത്തരം കാണിക്കുന്നവരോട് ഒരിക്കൽ ക്ഷമിച്ചാൽ അവൻ 10 തവണ വീണ്ടും കക്കും. ഇത്തവണ യുവമാരെ കെട്ട തേങ്ങയല്ല, നല്ല അസല തെങ്ങും തയ്യ. ഒരൊറ്റ കള്ളനോടും ഒരു കാലത്തും ഈ വീട്ടിലുള്ള ഒരാളും ക്ഷമിക്കുകയല്ല. ഇപ്പൊ നല്ലവണ്ണം പഠിച്ചല്ലോ. നീ വരുന്ന വഴിയാണോടാ? അതെ, അമ്മയ്ക്ക് സഹായത്തിന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്ന കാര്യം ഞാൻ എഴുതിയിരുന്നില്ലേ? അവളും അച്ഛനും എന്റെ ഒപ്പം വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ? എനിക്ക് തോന്നുന്നില്ല. ലക്ഷണം കൊണ്ട് നല്ലതാ മച്ചമ്പി. ഇവൻ അന്യനാട്ടിൽ താമസിച്ചു വന്നതല്ലേ, ഐശ്വര്യം പോയിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. നിന്റെ പേരെന്താ പെണ്ണേ? പവിഴം. നീ എന്ത് ജാതിയാ? അല്ല, മലയാളത്തിൽ പറഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അല്ല, പഠിക്കാനുള്ള തയ്യാറെടുപ്പ്. ഞാൻ കണ്ണപ്പൻ, ഹരികൃഷ്ണന്റെ അമ്മാവനാണ്. അവൻ ജയകൃഷ്ണൻ, ഇവൻ ഗോപികൃഷ്ണൻ. ഞാനവിടുത്തെ കാര്യസ്ഥൻ. ഹരിയുടെ അച്ഛനമ്മയൊക്കെ മനസ്സിലായല്ലോ. ആരായാലെന്താ, അവർക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തോടാ കൊശവാദിനൊക്കെ. കുട്ടിയുടെ അച്ഛനാണല്ലേ? എന്താ പേര്? എൻ പേര് ദുരൈസ്വാമി. എനിക്ക് കൊഞ്ചം മലയാളം അറിയും. ഓ, എടാ ഗോപി, ഈ കർപ്പൂരം ഒന്ന് കത്തിച്ചേടാ. പല സ്ഥലത്തും പോയി പലതും സംഭവിച്ചിട്ടല്ലേ എന്റെ മോൻ വന്നിരിക്കുന്നത്. സകല ദൃഷ്ടിദോഷങ്ങളും എന്റെ മോനീന്ന് പോട്ടെ. നീ എന്താ നീങ്ങി നിന്നത്? അല്ല, അവിടെ നിന്ന കാറ്റുകൊണ്ട് കർപ്പൂരം കേടും, അതുകൊണ്ടാ. കുട്ടിയെ അകത്തേക്ക് പൊയ്ക്കോളൂ. കടവുളെ, നിറയെ തണ്ണീർക്കേ. இங்க ஒரு மாசம் எத்தனை திருடர்களை பிடிக்கும்? എന്താ? இல்ல, இந்த திருடர்களோட எண்ணம் கிடைச்சா தேங்காயோட எண்ணம் கிடைக்குமே. ஹரி சொல்லி இருக்கு எல்லா அப்பாவோட ஐஸ்வர்யம் தான். ஹரி மேல நம்பிக்கை உள்ளனால தான் அவளை இந்த குடும்பத்துக்கு அனுப்பி வச்சது. நீங்க பெரிய மனுஷன், എല്ലാം പാത്തുക്കണം. അവർ ரொம்ப പാവം. ഏറ്റു. എന്താ പേര് പറഞ്ഞത്? പവിഴം. അതല്ല, നിന്റെ പേര്? എന്റെ പേര് ദുരൈസ്വാമി. എന്ത് സ്വാമി ആയാലും അവിടെ കാര്യം ഞാൻ ഗവനിച്ചോളാം. എന്താ പോരെ? മതി. ഹരി ശമ്പളത്തെ പറ്റി വല്ലതും സംസാരിച്ചോ? അതെല്ലാം അപ്പാവും അമ്മാവും അണ്ണനും താനേ പേശണം. സകല ചെലവും കഴിഞ്ഞ് 100 രൂപ തരും. ഇതാ മതിയോ? ഞാൻ എന്നാ ചൊല്ലരുത്, ഇപ്പൊ സാധനങ്ങളുടെ വിലയെല്ലാം തരികയില്ലേ? അറിയില്ല, അറിയാനായി. ഞാനൊന്നും വാങ്ങാറില്ല, ഒക്കെ ഇവിടെ കൃഷിയാ. അപ്പോ അലക്കാനും കുളിക്കാനും സോപ്പ്, പാം ഓയില്, മണ്ണെണ്ണ എല്ലാം കൃഷിയാ? ഒന്നും വാങ്ങരുതില്ല? ഒന്നും വാങ്ങാറില്ല, ഒക്കെ കൃഷിയാ. ഈ കോണം വരെ. എന്താ இதுதான் അമ്പളത്തരം. എനിക്ക് സന്തോഷാச்சு. എന്താ പ്രശ്നം கிடையாது. അപ്പൊ ഞാൻ പുറപ്പെട്ടുമാ? പുറപ്പെടാൻ വരട്ടെ. അതിനു മുമ്പ് ഇത്തിരി ഊണ് കഴിക്കുക, ഒരു ഉഷാറ് വരും. നിറച്ചു കഴിച്ചോളൂ കുട്ടി. എനിക്ക് തീരെ വയ്യ. കറിയൊക്കെ പേരിനേ ഉള്ളൂ. എവക്ക് എങ്ങനെ വെപ്പ് പണിയൊക്കെ വശമുണ്ടോ? കൊഞ്ചം കൊഞ്ചം അരിയും. ഇനി എല്ലാം അമ്മ കയ്യിലെത്താൻ. എന്നാലും അടുക്കളയിൽ കയറണ്ട, പുറം പണി എടുത്താ മതി. അത്യാവശ്യം അകത്തെ പണിക്ക് എന്നെ സഹായിച്ചാ മതി. ഞാൻ പറയുന്ന മനസ്സിലാവണുണ്ടോ? ശുദ്ധവും വൃത്തിയൊക്കെ ഉള്ള ആളല്ലേ. മാസത്തിൽ 7 ദിവസം പുറത്തു തന്നെ കിടക്കണം. അതിവിടെ നിർബന്ധ. പരിഷ്കാരം ഒന്നും വേണ്ട. എന്റെ ഭഗവാനെ.
நீ அவன் பொண்டாட்டின்னு அவங்க கிட்ட சொல்லட்டுமா? எந்த பிரச்சனை வந்தாலும் ഞാൻ പാത്തുകളെ. കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ട്. അത് കാണുമ്പോഴാ കൂടുതൽ പേടി. എന്തിനാ പേടിക്കുന്നത്? വെടിമരുന്ന് മഴയത്ത് കിടന്നാലും പൊട്ടിത്തെറിക്കും. വേണ്ടായിരുന്നു. എന്നാ അമ്മ ഒരു വാക്ക് പറ, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. ഊണും കഴിഞ്ഞ് അവരെ അങ്ങ് പറഞ്ഞയച്ചാലോ? അല്ല, പൊള്ളാച്ചിയിൽ എനിക്ക് സഹായത്തിനുണ്ടായിരുന്ന ഒരു കുടുംബ കഷ്ടപ്പാട് ഓർത്തിട്ടാ കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നെ ഞാൻ പറഞ്ഞു കേട്ട അമ്മ അവൾക്ക് വലിയ കാര്യ. ആ പിന്നെ അമ്മയുടെ കാലിന്റെ വേദനയ്ക്ക് ചില പച്ചമരുന്നുകളൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഞാനതങ്ങ് മറന്നു. അവളുടെ സ്വഭാവം എങ്ങനെ? അത് കണ്ടിട്ടല്ലേ അമ്മ ഞാനിങ്ങോട്ട് കൂട്ടിയത്. വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ചു ദിവസം നിർത്താം. അതെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ പറഞ്ഞു വിടാം. ആ സമയത്ത് നീ എന്നെ കുറ്റപ്പെടുത്തരുത്. ആ. ഓ, നായരെ, ഒരുപാട് വേദനിച്ചു എന്നറിയാം. എന്നോടൊന്നും തോന്നരുത്. ഏയ്, ഒരു വിഷമമില്ല കുട്ടി. ഒരു കോമാളി വേഷം ജീവിതത്തിൽ ആർക്കും ഒരിക്കലാവാം. ഞാനും ഒന്ന് കെട്ടി, അത്രേ ഉള്ളൂ. പക്ഷേ വലിയൊരു തീക്കൊണ്ടതില് നീ ഒരു പാവം പെണ്ണിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ എന്താ അനുഭവിച്ചു, അവളല്ലേ അനുഭവിക്കാൻ പോണത്. എനിക്കറിയാം, എല്ലാം ഒന്ന് ശരിയാകുന്നത് വരെ. സാരല്ല, മരുമോൻ ധൈര്യത്തോടെ പോ. പെരിയ കൗണ്ടറുടെ മകളാണെങ്കിലും ജാതകത്തിൽ വേലക്കാരി യോഗം അവൾക്ക് ഇത്തിരി ഉണ്ടാവും. അത് ഇതോടെ തീരും. പക്ഷേ നിന്റെ മരുമക യോഗം എന്താവുന്ന എന്റെ പേടി. നിന്റെ അമ്മ നല്ലൊരു സ്ത്രീയാ, അച്ഛൻ തനി ഗുണ്ടേ. ഏട്ടന്മാരെനിക്ക് വിശ്വാസം പോരാ. വിവരം അങ്ങാനും കൗണ്ടർ അറിഞ്ഞ എന്റെ തലയും ഉടലും വെവ്വേറെ പാർസൽ ചെയ്ത് സ്വർഗത്തിലേക്ക് അയക്കും. എന്റെ വേഷം ഇതായിരുന്നു എന്നറിഞ്ഞ അയാൾ എന്നെ പിടിച്ചൊരു കൗണ്ടറും ആക്കും. നീ അവളെ കെട്ടിയെന്ന് ഇത്തിരി ധൈര്യ കഷായം കുടിച്ചോണ്ട് പറഞ്ഞ എന്താ സംഭവിക്കുക? എന്നെ അവർ ജീവനോടെ കുഴിച്ചു മൂടും. അതിത്തിരി കഷ്ടാവും, ശ്വാസം മുട്ടും. അതേതായാലും വേണ്ട. നല്ല പവിഴം പോലത്തെ ഒരു പെണ്ണ്, അതിപ്പോ കരയാണോ ചിരിക്കുകയാണോ എനിക്ക് മനസ്സിലാവാം. മുറ്റമടിക്കുന്നതിൽ ഒരു തമിഴ് സ്റ്റൈലുണ്ട്. എവിടെ ശരിയായ നാട്? മലയാളം ഒട്ടും അറിയില്ല. വന്ന ആദ്യ ദിവസമല്ലേ, ലീവ് എടുക്കായിരുന്നില്ലേ? അയ്യോ അമ്മ, അമ്മ ഭാഷ പോലും അറിയാത്തൊരു പാവം പെൺകുട്ടി. വന്ന ആദ്യ ദിവസം തന്നെ ചൂലെടുത്ത് കൈ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അമ്മേ? നേരാ നീ പറഞ്ഞത്. ഇത്രയധികം മനുഷ്യസ്നേഹമുള്ള ഒരു മോനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അമ്മേ, ഇങ്ങതാ പെണ്ണെ, എന്താ നീ തന്നെ അങ്ങ് അടിച്ചു വാര. അടിച്ചു വാരടാ. അമ്മേ, നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോടി. എങ്ക കുഞ്ചുലക്ഷ്മി? എന്റെ അമ്മേ, കുഞ്ഞുലക്ഷ്മി കറക്കാൻ വന്നത് ഇത് കുത്തും. ഇതിനെ പതിവായിട്ട് കറക്കുന്നതേ ഞാനാ. ആ വെള്ളം ഇങ്ങ അറിയ, ഇനി ആ വെള്ളം ഇങ്ങ അറിയ. ഈ കുഞ്ഞുലക്ഷ്മി ഇത്തിരി കുഴപ്പക്കാരിയാ. ഭാഷ മാറി കറന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ആ അവിടെ നിൽക്കേ. ഞാൻ ഇവിടുത്തെ കാര്യത്ത്, നിങ്ങൾ ഇവിടുത്തെ കാര്യത്ത്. നമ്മൾ ഒരുമിച്ചൊരു പശുവിനെ കറന്നെന്ന് വിചാരിച്ച് ആരും പറയാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതാ കറന്നൂടെ? പണിയൊക്കെ തീർന്നെങ്കിലേ നീ പോയി കുളിച്ചോ പെണ്ണേ, അപ്പുറത്ത് കുളമുണ്ട്. നല്ല നിലാവുണ്ട്. പേടിക്കാതെ കുളത്തിലേക്ക് ചെന്നോളൂ. സ്ത്രീകൾ കുളിക്കുന്ന കുള, അധികം ആഴമില്ല. നീന്താൻ അറിയോ? നീന്താൻ. വലിയേട്ടാ, ഈ നേരത്തെ എങ്ങോട്ടാ? ഒന്ന് കുളിക്കാൻ. വല്ലാത്ത വിയർപ്പ്. ചെല്ല്, നല്ല നിലാവുണ്ട്. ഇപ്പൊ നീന്താൻ നല്ല സുഖാ. നിലാവും നീന്തലും തമ്മിൽ എന്താണ് കഴുതേ ബന്ധം? അല്ല, എവിടെയെങ്കിലും ഇത്തിരി നിലാവ് കാണുമ്പോഴാണല്ലോ എല്ലാവർക്കും നീന്താൻ തോന്നുന്നത്.
പവിഴം പവിഴം പേടി തോന്നുന്നുണ്ടോ പവിഴം? പേടിയില്ലല്ലോ ചേട്ടാ. അമ്മാവനോ? അല്ല, അമ്മാവി. എന്താ? വീണ് കിട്ടിയ ഇത്തിരി സമയമല്ലേ, അവരവിടെ നന്നായിട്ട് കുളിക്കട്ടെ. നമുക്കിവിടെ ഇത്തിരി നേരം ജീവിക്കാം. നീ ശരിക്കും ഇവിടുത്തെ വേലക്കാരിയായി മാറി അല്ലടി? இல்லைங்க, எனக்கு எந்த கஷ்டமும் இல்லை. உங்க அம்மா ரொம்ப நல்லவங்க. என்னால் இந்த குடும்பத்துக்கு எந்த பிரச்சனையும் வராது. கொஞ்ச நாளைக்கு இப்படின்னு தானே சொன்னீங்க, அதுக்கப்புறம் எல்லாம் சரியாயிரும்ல? ശരിയാവും, ശരിയാക്കണം. விடுங்க, சாந்தி முகூர்த்தத்துக்கு முன்னால இதெல்லாம் வேண்டாங்க. അതവിടെ, ഇവിടെ എല്ലാം സ്നേഹമാ. സ്നേഹിക്കാൻ ഒരു മുഹൂർത്തം വേണം. പവിഴം, அம்மா, താലി. ഞാൻ കുളിക്കാൻ വരുമ്പോ തന്നെ നിനക്കും കുളിക്കണമല്ലേ? ഒരുമിച്ച് കുളിക്കുമ്പോഴല്ലേ അമ്മാവാ ഒരു രസം. കുളിക്കാൻ പറ്റിയില്ല അല്ലേ? എനിക്ക് നീ കുളിമുറി കുളിച്ചാ മതി. വാ. മാണിക്യ വീണ ഉലാളയന്തി മദാലസ മഞ്ജുള വാക്വിലാസ മഹേന്ദ്ര. മച്ചമ്പിയും പിള്ളേരും ഉറങ്ങിയോടി? ആ, മൂത്ത മോനും മച്ചമ്പി ഇപ്പോഴും കുളത്തിലുണ്ട്. എന്താ, നിങ്ങൾക്കൂടെ പോണോന്നുണ്ടോ? അവളുടെ പേരെന്താന്നാ പറഞ്ഞേ? ആരുടെ? ആ തമിഴത്തി പെണ്ണിന്റെ. പവിഴം. നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ഏ, എന്റെ പേര് ഇതുവരെ ആയിട്ടും കേട്ടിട്ടില്ലേ? അല്ല, എന്നാലും പറ, നിന്റെ പേരെന്തുവാടി? ബാനു, ഭാനുമതി. അങ്ങനെ നോക്കുമ്പം പവിഴോ എന്ന് പറയുന്നത് അല്പം വില പിടിച്ച പേരല്ലേ? അതെ, ആ കുട്ടിയുടെ ഇച്ചിരി വില പിടിച്ച പേരാ. എന്റെ പേരിന് ഇത്തിരി വില കുറവാ. നാളെ തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണോ? വയസ്സുകാലത്ത് ഓരോരോ ഇളക്കങ്ങള്. ഇവിടെ എന്താ ഒരു മരാമത്ത് പണി? ഇങ്ങനെ ഞാൻ തറക്കാം. പവിഴം ഇനി ஐயோ, അവൾക്കൊരു ആണിയടിക്കാൻ നീ എന്തിനാ ജയകൃഷ്ണ കഷ്ടപ്പെടുന്നത്? ആരെയും കാണാഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നു അല്ലേ പവിഴം? അമ്മാൻ പോയി കിടന്ന് ഉറങ്ങ്. മാണികത, നീ പോടാ. കുട്ടിക്ക് ഇപ്പോ എന്താ ഇവിടെ തൂക്കേണ്ടത്? വേണേ ഞാനൊരു പടം തരാം. ഇതാരാ, മുത്തച്ഛനാ? என் கடவுள். കടവുൾ എപ്പോഴാ ഈ വേഷത്തിൽ ഇറങ്ങിയത്? കുട്ടിക്ക് ഇനിയും വല്ല ആണി അടിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. പെങ്ങളെന്താ ഇവിടെ? ആങ്ങളെന്താ ഇവിടെ? അത് ഞാൻ ആണിയുടെ അകത്തുനിന്ന് തുറക്കാവുന്ന വാതിലുകളായല്ല. ആ സമയത്ത് ആണുങ്ങളെ ഇതിനകത്ത് കണ്ടാൽ അത് നീ തുറന്നു കൊടുത്തിട്ടാണെന്നേ ഞാൻ പറയൂ. 5-6 ആണുങ്ങളുള്ള വീടാ. പേരുദോഷം കേൾപ്പിക്കരുത്. ഭാഷ തമിഴായാലും ശരി, തെലുങ്കായാലും ശരി, കാര്യം മനസ്സിലാക്കാൻ ഒരു പെണ്ണിന് ഭാഷയൊന്നും ആവശ്യമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കിക്കണം. എന്താടാ? അമ്മ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു, അതുകൊണ്ട് പറയാ. ഞാൻ പറയുന്നത് ബഹളം വെക്കരുത്. പൊള്ളാച്ചിയിൽ അവരുടെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും നമ്മുടെ അന്തസ്സ് ഓർത്തുകൊണ്ടും പറയുക. അവളോട് ആ തളത്തി കിടക്കാൻ പറഞ്ഞ ശരിയായില്ല. അവിടെ എന്ത് സുരക്ഷിതത്വം അമ്മയുള്ളത്? പുറത്തുനിന്നൊരുത്തൻ ജനലിൽ കൂടെ കൈയിട്ട അവളൊന്ന് നിലവിളിച്ച നമ്മൾ ആരെങ്കിലും കേൾക്കോ? അവളകത്ത് കിടത്ത്. ഇനി നീ ഇതിനകത്ത് കിടന്നു.
കുട്ടിയുടെ മുത്തച്ഛന്റെ പടമേ ഇതിനകത്ത് തൂക്കിക്കോളൂ. ഇത് നല്ല അടച്ചുറപ്പുള്ള മുറിയാ. പണ്ടങ്ങാണ്ട് അരിയുടെ അച്ഛന്റെ ബന്ധത്തിൽ ആരോ ഇതിനകത്ത് ഒരു കാരണവുമില്ലാതെ തൂങ്ങിച്ചെത്തിട്ടുണ്ട്. അങ്ങനെ കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല. പേടിയുണ്ടോ? ഉണ്ടെങ്കിൽ പറ, കൂട്ടിന് ആരെങ്കിലും വേണോ? ഞാൻ വന്ന് കിടക്കാം. ഓ, ഞാൻ പറയുന്നതൊന്നും ഈ പെണ്ണിന് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. നീ കഥയും ചെല്ലൊക്കെ അടച്ച് കിടന്നുറങ്ങ്. നീ അവക്കൊരു താമസം ശരിയാക്കി കൊടുത്തുവല്ലേ? നന്നായി. നിന്റെ എന്റെയൊക്കെ മനസ്സ് ശുദ്ധ. അതുകൊണ്ടാ നമുക്കൊക്കെ ഇങ്ങനെ തോന്നുന്നത്. അല്ല മാവ, വീട് നന്നായടാ. ഞാൻ മനസ്സിൽ കണ്ടത് തന്നെയാ നീ ചെയ്തത്. ഇപ്പോ അകത്തൊരു കുളിരുണ്ട്. ഇനി ഭക്ഷണവും കൂടി അവിടെ കൈകൊണ്ടാകുമ്പോ ഉറക്കം കൂടി ശരിയാകും. പവിഴം അടുക്കളയിൽ കയറേണ്ടെന്നാ പെങ്ങള് പറഞ്ഞത്. ഭക്ഷണം നമുക്കിപ്പോഴും ഒരു പ്രശ്നമാണ്. അതെ. ഉറങ്ങണില്ലേ? ഉണ്ട്.